നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്ന കഥ ചരട് പൊട്ടിയ പട്ടം. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ഓർമ്മയിൽ വരും. സാമൂഹികമായ പ്രശ്നങ്ങളുടെ കഥകളാണെന്നും വിഷമങ്ങളുടെ കഥകളാണെന്നും നിങ്ങൾക്ക് ബോധ്യമുള്ളതുമാണ്. നേരിട്ട് തന്നെ നമുക്ക് ജാനറ്റിൻ്റെ കഥയിലേക്ക് പോകാം. ജാനറ്റ് മുഖത്ത് നോക്കിയില്ല. അഴികളിൽ പിടിച്ചുകൊണ്ട് ഒരേ നിൽപ്പ്. തനിക്ക് ആരുടെയും അനുകമ്പ ആവശ്യമില്ല എന്ന ഭാവം. ചോദിച്ചതിനൊന്നും മറുപടിയില്ല. മൗനം തുടർന്നുകൊണ്ടേയിരുന്നു. സമയം കഴിഞ്ഞു. ജയിൽ വാർഡൻ്റെ ശബ്ദം കേട്ട് ജാനറ്റ് തിരിഞ്ഞു നടന്നു. അവൾ പോകുന്നതും നോക്കി നിൽക്കാനേ തനിക്ക് കഴിഞ്ഞുള്ളൂ. താനും രജിസ്റ്റർ ഒപ്പിട്ട് കൊടുത്ത് തിരിഞ്ഞു നടന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഓട്ടോ പിടിച്ചു. ഭാഗ്യത്തിന് കൽപ്പറ്റയ്ക്കുള്ള ബസ് വിടാനൊരുങ്ങി നിൽക്കുന്നു. ജനലിനരികെയുള്ള സീറ്റിൽ ടിക്കറ്റ് എടുത്തിരുന്നു. ബസ് സാവധാനം നീങ്ങി. തൻ്റെ ബാല്യകാലം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. വീടില്ലാതെ അലഞ്ഞിരുന്ന ഞങ്ങളുടെ കുടുംബം മൈതാനിയിൽ കൂട്ടിയിട്ടിരുന്ന വലിയ കോൺക്രീറ്റ് പൈപ്പിനുള്ളിൽ ജീവിച്ചിരുന്നത് ഇന്നെന്ന പോലെ ഞാൻ ഓർക്കുകയാണ്. ആക്രിപിടുക്കിയും കടകളിൽ നിന്ന് ചെറിയ ചെറിയ ജോലികൾ ചെയ്തുമാണ് അച്ഛൻ ഞങ്ങളെ നോക്കിയിരുന്നത്. പിന്നീട് പിറമ്പോക്കിൽ 2 സെൻറ്റ് സ്ഥലം പതിച്ചു കിട്ടി. ഷീറ്റ് വലിച്ചു കെട്ടി കിടക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു എനിക്ക്. 4ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തേണ്ടി വന്നു. അച്ഛൻ്റെ കൂടെ വീട് പുലർത്താനായി ജോലിക്ക് പോയി തുടങ്ങി. പല ജോലികളും ചെയ്തു. പ്രായത്തേക്കാൾ പക്വത തനിക്ക് അന്നുണ്ടായിരുന്നു. അമ്മയുടെ അനാരോഗ്യമായിരുന്നു ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് അടുക്കളയിൽ അമ്മയെയും ഒരളവ് വരെ താൻ സഹായിക്കുമായിരുന്നു. അങ്ങനെ ജീവിതം കുറേ മുന്നോട്ട് പോയി. വർഷങ്ങളും കാലങ്ങളും ഒഴുകിക്കൊണ്ടേയിരുന്നു. അതിനിടയിലാണ് ഞാൻ ആനിയെ പരിചയപ്പെടുന്നത്. ഒരു അനാഥാലയത്തിൽ പുറംപണി ചെയ്യുന്ന കാലമായിരുന്നു അത്. കന്യാസ്ത്രീകളുടെ കോൺവെൻ്റ് ആണ്. അവിടെയായിരുന്നു എനിക്ക് ആ സമയം ജോലി. അവിടുത്തെ അന്തേവാസിയായിരുന്ന ആനി സ്നേഹമായ സംസാരവും സ്നേഹമായ നോട്ടവും എൻ്റെ മനസ്സിലുടക്കി. അങ്ങനെ പരിചയം വളർന്നു സ്നേഹമായി. കന്യാസ്ത്രീ മഠത്തിലെ അമ്മമാർ തന്നെയാണ് ഞങ്ങളെ പിന്നെ ഒന്നിപ്പിച്ചൊരു കുടുംബമാക്കിയത്. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി പോയ നാളുകൾ. ആദ്യത്തെ കൺമണി ജാനറ്റ് പിറന്നു. താഴെ വെച്ചാൽ ഉറുമ്പെരിക്കും, തലയിൽ വെച്ചാൽ പേനിരിക്കും. ഈ രീതിയിലാണ് ഞങ്ങൾ അവളെ പുന്നാരിച്ചു വളർത്തിയത്. വളർന്നു വലുതായപ്പോൾ നല്ല സ്കൂളിൽ ചേർത്തു. തങ്ങളുടെ മകളെ വലിയ ആളാക്കാൻ വേണ്ടി തങ്ങളുടെ കഴിവിനപ്പുറം ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആനിക്ക് ഗൾഫിൽ ഹോം നേഴ്സായി ജോലി കിട്ടിയത്. തനിക്ക് അവളെ പിരിയാൻ വലിയ പ്രയാസമായിരുന്നു. എങ്കിലും മകളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ എന്നോർത്ത് ആനി തന്നെ സമാധാനിപ്പിച്ചു. അങ്ങനെ അവൾ ജോലിക്ക് പോയതോടെ ജാനറ്റിന് താൻ അച്ഛനും അമ്മയുമായി മാറി. പഠിത്തത്തിനൊരു കോട്ടവും വരാതെ താൻ രാവിലെ എഴുന്നേറ്റ് ചോറും കറികളും ഉണ്ടാക്കി ഉച്ചത്തേക്കുള്ള ചോറുപൊതിയും കെട്ടിക്കൊടുത്താണ് അവളെ സ്കൂളിൽ കൊണ്ടാക്കിയത്. അങ്ങനെ അവൾ സ്കൂൾ തലവും കോളേജ് +2 പാസ്സായി. പഠിച്ച് മിടുക്കിയായ അവളെ ഞങ്ങൾ നേഴ്സിങ്ങിന് പഠിക്കാനായി ബാംഗ്ലൂർ വിട്ടു. പിന്നെയുള്ള അവളുടെ മാറ്റം വളരെ അപ്രതീക്ഷിതമായിരുന്നു. അച്ഛൻ അവൾക്കൊരു അപമാനമായതുപോലെ പലവട്ടം എനിക്ക് തോന്നിച്ചു. നേരിട്ട് അവൾ പറഞ്ഞിട്ടില്ല. പക്ഷെ താനും ഒരു മനുഷ്യനല്ലേ. അവൾക്കെല്ലാത്തിനും അമ്മ മതിയായിരുന്നു. ഓരോ പ്രാവശ്യം വീട്ടിൽ വരുമ്പോഴും അവൾ തന്നിൽ നിന്ന് അകന്നു മാറിയ പോലെ തോന്നിച്ചു. ഭാവം മാറി, രൂപം മാറി, അവളുടെ സ്റ്റൈലും മാറി. ഫോണിൽ നിന്ന് ഒരു സെക്കൻഡ് സമയം പോലും അവൾക്ക് മാറാൻ പറ്റില്ല. സർവ്വസമയവും ഫോണിലായിരുന്നു. അവൾ വീട്ടിൽ വരുമ്പോൾ താൻ ആവും വിധം നല്ല ഭക്ഷണം ഉണ്ടാക്കും. അമ്മ അടുത്തില്ലാത്ത വിഷമം അവൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് താൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ അവൾ താൻ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും തിരിഞ്ഞു നോക്കുകയില്ല. സമയം തെറ്റിയുള്ള ഉറക്കവും എഴുന്നേൽപ്പും അത് കഴിഞ്ഞുള്ള കഴിപ്പും ഓരോ നേരവും അവൾ ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. പോകാൻ നേരം കാശുണ്ടോ കയ്യിലെന്ന് ഞാൻ ചോദിച്ചാൽ തന്നാൽ സന്തോഷമെന്ന മറുപടിയാണ്. പോകുന്നതും വരുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. അവൾ വന്ന് കയറുമ്പോഴാണ് താൻ അവൾ വന്നു എന്നറിയുന്നത്. പല പ്രാവശ്യം ആനിയോട് ഇതേപ്പറ്റി ഞാൻ പറഞ്ഞു. അവൾ അപ്പോഴൊക്കെ മകളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാകേണ്ടെന്ന് കരുതുന്നതാകാം. പഠിത്തം കഴിഞ്ഞ് ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാം ശരിയാകും, നിങ്ങൾ വിഷമിക്കണ്ട
ഇതായിരുന്നു ആനിയുടെ സമാധാന വാക്കുകൾ. ആനിക്ക് കിട്ടുന്ന ശമ്പളം ജാനറ്റിന് ഫീസ് കൊടുക്കാനും അവളുടെ മാസ ചിലവുകൾക്കും തികയുന്നില്ല. അതുകൊണ്ട് മിക്കവാറും മുൻകൂർ ശമ്പളം വാങ്ങുകയും ലോൺ എടുക്കുകയുമാണ് അവൾ ചെയ്തിരുന്നത്. അവൾക്കും ജാനറ്റിൻ്റെ പോക്കത്ര ശരിയല്ലെന്ന് തോന്നി തുടങ്ങി. പക്ഷെ ഒന്നും പറയാനോ ചെയ്യാനോ കഴിയുന്നില്ല. അവളും തികച്ചും നിസ്സഹായയാണ്. ഹോസ്റ്റലിലെ ഭക്ഷണം പിടിക്കുന്നില്ലെന്ന് പറഞ്ഞ് കൂട്ടുകാർ കൂടി ഒരു ഫ്ലാറ്റിൽ താമസമാക്കി. കോളേജിൽ പോകാൻ പുതിയ സ്കൂട്ടർ വേണമെന്ന് വാശി പിടിച്ചു. തന്നോടൊരു ചോദ്യവുമില്ല, പറച്ചിലുമില്ല. എല്ലാം അമ്മയെക്കൊണ്ട് അവൾ നിർബന്ധം പിടിപ്പിച്ച് സമ്മതിപ്പിക്കും. അവളെല്ലാം അമ്മയോട് മാത്രമായിരുന്നു സംസാരിച്ചിരുന്നത്. ബുദ്ധിമുട്ട് വന്നത് തന്നോട് പറയാൻ അമ്മയും തയ്യാറായില്ല. പ്രയാസപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങൾ പാതി വഴിയിലിട്ട് പോകാനുള്ള വിഷമം കൊണ്ടാകാം ആനി ഇതെല്ലാം സമ്മതിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒന്ന് പറയാം, തെറ്റുപറ്റിയത് അമ്മയ്ക്ക് തന്നെയാണ്. അച്ഛൻ അറിയാതെ മകൾ ചോദിക്കുന്നതൊക്കെ സാധിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. മകളുടെ പത്രാസുകാരായ കൂട്ടുകാരുടെ മുന്നിൽ ഗൾഫ് ജോലി ചെയ്യുന്ന അമ്മയായി അവളും മാറിയിരിക്കാം. മറ്റുള്ളവൻ്റെ പറമ്പിൽ പണിയെടുക്കുന്ന കൂലിക്കാരനായ അച്ഛൻ പലപ്പോഴും മകൾക്ക് അഭിമാനക്ഷതമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അച്ഛൻ രംഗത്തില്ലാത്തതാണ് നല്ലതെന്ന് അവളും കരുതി കാണും. അതുകൊണ്ട് തന്നെ അച്ഛൻ അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലാതെയായി മാറി. പത്രാസിനൊപ്പം കയ്യിൽ കാശ് കുറഞ്ഞപ്പോൾ വീണ്ടും പുതിയ കൂട്ടുകാരെ അവൾക്ക് കിട്ടി. കോളേജിൽ നിന്ന് വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അവളുടെ സ്വകാര്യതകളിലേക്ക് അവൾ മാറി. പ്രതീക്ഷിച്ചതിനേക്കാൾ വരുമാനം അവളെ അന്ധയാക്കി. അച്ഛനും അമ്മയും ഇതൊന്നും അറിയാതിരിക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും അവൾക്കില്ല. ഗൾഫിൽ ആരുടെയോ മലമൂത്ര വിസർജനം കോരുകയും പൊട്ടിയഴുകിയ ശരീരം വൃത്തിയാക്കുകയും രാത്രിയിൽ ഉറക്കമിളച്ച് അറബിയുടെ വീട്ടിലെ രോഗിക്ക് കൂട്ടിരിക്കുകയുമൊക്കെ ചെയ്യുന്ന പാവം അമ്മ. സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെ നാട്ടിൽ പണിയെടുത്ത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന അച്ഛൻ. അവൾ പിന്നെ ആരെ പേടിക്കാൻ? വിവരം താൻ അറിഞ്ഞത് തെക്കേലെ മാധവൻ ചേട്ടൻ പറഞ്ഞാണ്. ടി വിയിൽ കണ്ടതായാണ് അദ്ദേഹം പറഞ്ഞത്. തലയിൽ കൈവച്ചിരുന്നു പോയി. ആനി ഇതറിഞ്ഞുവോ ആവോ? അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ പിന്നെ ജീവിച്ചിരിക്കില്ല ഒരു നിമിഷം പോലും. തീർച്ച. തനിക്ക് ചുറ്റും ഇരുട്ടു മൂടിപ്പോയതുപോലെ തോന്നി. ഒന്ന് നിലവിളിക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ലായിരുന്നു. ശബ്ദം വരുന്നില്ല, അതാണ് സത്യം. ചേട്ടാ ഇറങ്ങുന്നില്ലേ? കണ്ടക്ടർ തന്നെ തൊട്ടു വിളിച്ചുണർത്തി. ചുറ്റും കണ്ണോടിച്ചു. ബസ്സിൽ ആരുമില്ല. ബസ് കൽപ്പറ്റയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുക. ഇനിയും അടുത്ത വ്യത്യസ്തമായൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.